രഹസ്യമായുള്ള കാട്, മായജാല സ്വർണമരം, പിന്നെ ചോട്ടുമാൻ. ഉച്ച സമയമായിരുന്നു. രഹസ്യമായ കാട്ടിൽ മുഖ്യമായ വാതിലിന്റെ മുമ്പിൽ ചോട്ടുമാൻ, രാമു ആന, പുള്ളിപ്പുലി അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയായിരുന്നു. ഒരു കുരങ്ങൻ കണ്ണുനീരുമായി ഇവരുടെ മുമ്പിലൂടെ നടന്നു പോവുകയായിരുന്നു. അല്ല, ഈ കുരങ്ങെന്താ നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്? കുരങ്ങൻ കാട്ടിലെ വാതിൽ വഴി പോവാൻ നോക്കുകയായിരുന്നു. പെട്ടെന്നെന്തോ അവനെ തടഞ്ഞു. അല്ല, എന്തുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തത്? കൂട്ടുകാരാ, നീ ഈ കാട്ടിലുള്ളതല്ല. നീ ഈ കാട്ടിലുള്ളതായിരുന്നെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഈ വാതിൽ തുറന്നു പോകുമായിരുന്നു. എനിക്ക് നിങ്ങളുടെ കാട്ടിലെ രാജാവിനെ കാണണം. അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്റെ അമ്മ മരിച്ചു പോവും. അതും പറഞ്ഞു കുരങ്ങൻ പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. അതെ, നിക്ക്, ഞാൻ ഇപ്പൊ തന്നെ നിന്നെ അകത്തേക്ക് കടത്തിവിടാം. അതും പറഞ്ഞ് ചോട്ടുമാൻ ആ വാതിൽ തുറന്നു. എന്നിട്ട് ആ കുരങ്ങന്റെ കയ്യെ പിടിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കുരങ്ങൻ നോക്കുമ്പോ കാട്ടിന്റെ ഉള്ളിൽ മരങ്ങളിലെല്ലാം ഒരുപാട് മിന്നിത്തിളങ്ങുന്ന ഫലങ്ങൾ, ബൾബ് മിന്നിത്തിളങ്ങുന്ന പോലെയായിരുന്നു. അപ്പുറത്താണെങ്കിൽ റോസാപ്പൂവിന്റെ സർബത്ത് ഒഴുകുകയായിരുന്നു. അല്ല, ഞാനിനി എങ്ങനെ അകത്തേക്ക് പോവും? എന്തുകൊണ്ടാണ് ഈ മരങ്ങളൊക്കെ ഇങ്ങനെ തിളങ്ങുന്നത്? പിന്നെ ഈ നദിയിലെ വെള്ളമെല്ലാം എങ്ങനെ സർബത്തായി മാറിയത്? നിങ്ങൾ ഇങ്ങോട്ട് വരാൻ കാരണം ഞങ്ങളുടെ കാട്ടിലുള്ള ഏതെങ്കിലും ഒരു മൃഗം നിങ്ങളുടെ കൂടെ ഉണ്ടായത് കൊണ്ടാണ് ആ വാതിൽ നിങ്ങളെ തടയാതിരുന്നത്. നിങ്ങൾ ഈ കാട്ടിൽ കാണുന്ന ഈ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ കാടിന് നിഗൂഢമായ കാട് എന്ന പേര് ലഭിച്ചത്. ഈ കാടിനെ കുറിച്ച് കേട്ടതൊക്കെ ശരിയാ. ഇത് സത്യത്തിൽ നിഗൂഢവും മാന്ത്രികതയുള്ളതുമാണ്. ഇനി പറയേ, നീ ആരാണ്? നീ ഞങ്ങളുടെ കാട്ടിലേക്ക് വരാനുള്ള കാരണം എന്താ? എന്റെ പേര് മിങ്കു കുരങ്ങെന്നാ. എന്റെ അമ്മയ്ക്ക് ഒട്ടും സുഖമില്ല. നിങ്ങളുടെ രാജാവിനെ കാണാൻ പറ്റിയില്ലെങ്കിൽ നാളെ രാവിലെയോടെ മരിച്ചു പോവും. ഇത് കേട്ട് ചോട്ടുമാന് ഭയങ്കര വിഷമമായി പോയി. അങ്ങനെ അവര് രണ്ടുപേരും മിങ്കു കുരങ്ങനെയും കൊണ്ട് രാജാവ് ഷേർഖാന്റെ കൊട്ടാരത്തിലെത്തി. മഹാരാജൻ വിജയിക്കട്ടെ. അല്ല ചോട്ടുമാനെ, സുഖം തന്നെയല്ലേ? നിങ്ങളുടെ കൂടെയുള്ള കുരങ്ങേതാ? മഹാരാജൻ, ഈ മിങ്കുക്കുരങ്ങ് വളരെയധികം വിഷമത്തിലാണ്. അങ്ങയെ കാണാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പറയൂ, എന്തു പ്രശ്നമാണ് നിനക്കുള്ളത്? മഹാരാജൻ, കഴിഞ്ഞ 2 ആഴ്ചയായി എൻ്റെ അമ്മ അസുഖത്തിലാണ്. കണ്ണിന്റെ കാഴ്ചയെല്ലാം നഷ്ടപ്പെട്ടു. ശരീരമാണെങ്കിൽ ദിനം തോറും ആവശ്യമായി കൊണ്ടിരിക്കുകയാണ്. അങ്ങെനിക്ക് ആ സ്വർണത്തിന്റെ മരത്തിലുണ്ടാവുന്ന പഴം തന്നാൽ അത് കഴിച്ച് അമ്മയുടെ അസുഖം മാറുന്നതാണ്. ഇല്ല, ഞാൻ ആ പഴം അങ്ങനെയൊന്നും ആർക്കും കൊടുക്കില്ല. ഇവനെ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പുറത്താക്ക്. ഇത് കേട്ട് എല്ലാരും അങ്ങ് ഞെട്ടിപ്പോയി. രാജാവിന്റെ സഹായിയായ കാണ്ടാമൃഗം കുരങ്ങനെ ഇടിച്ചു പുറത്താക്കി. അപ്പോഴേക്ക് ചോട്ടുമാൻ ഷേർഖാനോട് ചോദിച്ചു, മഹാരാജൻ, അവന്റെ അമ്മയ്ക്ക് ഒട്ടും സുഖമില്ല. ഇതെല്ലാം അറിഞ്ഞിട്ടും അങ്ങ് അവന് പഴം എന്താ കൊടുക്കാത്തത്? ചോട്ടുമാനെ, നീ എപ്പോഴും എല്ലാവരുടെയും നല്ലതിനെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ? പക്ഷേ ആ മരത്തിലുണ്ടാവുന്ന പഴം സാധാരണ പഴമല്ല. എന്റെ കൂടെ വരൂ. ഷേർഖാൻ ചോട്ടുമാനെ അവന്റെ പൂങ്കാവനത്തിലേക്ക് കൊണ്ടുപോയി. ആ പൂങ്കാവനത്തിൽ ആകെ ഒരു മരം ഉണ്ടായിരുന്നു. അതിലാണെങ്കിൽ ആകെ ഒരു നീല നിറത്തിലുള്ള ഫലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിലുണ്ടാവുന്ന പഴമുണ്ടല്ലോ, ഇത് 5 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഉണ്ടാവൂ. ഇനി ഏതെങ്കിലും ഒരു രോഗി ഇത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ ആ രോഗിയുടെ അസുഖമെല്ലാം മാറുന്നതാണ്. എന്നാൽ അത് സുരക്ഷിതമാണെന്ന് അറിഞ്ഞതിന് ശേഷം ഇതാരെങ്കിലും കഴിച്ചാൽ അവർക്കൊരുപാട് വലിയ ശക്തികൾ കിട്ടുന്നതാണ്. അത് വളരെ അപകടകരമാണ്. അത് തെറ്റായ രീതിയിൽ അവർ പ്രയോജനപ്പെടുത്തിയേക്കാം. അതുകൊണ്ടാണ് ഈ പഴം ആർക്കും കൊടുക്കാത്തത്. അല്ല ഷേർഖാൻ, അങ്ങ് ഈ പഴം ആ കുരങ്ങന് കൊടുക്കാൻ എന്തിനാ മടിച്ചത്? അവൻ അവൻ്റെ അമ്മയ്ക്ക് വേണ്ടിയല്ലേ ഈ പഴം ചോദിച്ചത്? എനിക്ക് അവനെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. കാരണം അവന് അമ്മയുണ്ടായിരുന്നെങ്കിൽ അവരെയും കൊണ്ടവൻ ഇവിടേക്ക് വന്നേനെ. ചോട്ടുമാൻ ഇതെല്ലാം കേട്ട് കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. അവിടെ അവന് മിങ്കു കുരങ്ങൻ കരയുന്നതായി കാണും. എന്റെ അമ്മ എന്റെ കണ്ണിന് മുമ്പിൽ കിടന്ന് മരിക്കാൻ പോവാ. ഞാനിതെങ്ങനെ കാണും? നീ വിഷമിക്കേണ്ട കൂട്ടുകാരാ. നീ പെട്ടെന്ന് തന്നെ നിന്റെ അമ്മയും കൂട്ടി വരൂ. എന്നിട്ട് തീർച്ചയായും നിനക്ക് ആ പഴം ഞാൻ തരാം. സുഹൃത്തെ, ഞാൻ ഇന്ന് തന്നെ അമ്മയെ കൊണ്ടുവരാം. നിനക്ക് ഒരുപാട് നന്ദിയുണ്ട്. അവൻ അവിടെ നിന്ന് പോയി. രാവിലെ ആയപ്പോ ഷേർഖാന്റെ കൊട്ടാരത്തിൽ ഇവരെല്ലാവരും വീണ്ടും അവിടെ എത്തി. ഇവരുടെ കൂട്ടത്തിൽ മിങ്കു കുരങ്ങന്റെ അന്ധയായ അമ്മയുണ്ടായിരുന്നു. മഹാരാജൻ കണ്ടില്ലേ, ഇതാണ് എന്റെ അമ്മ. അവർക്ക് കണ്ണ് കാണില്ല. അവരുടെ അസുഖമാണെങ്കിൽ മാറിയിട്ടുമില്ല. അയ്യോ, ഞാനിപ്പോ ചാകുവേ. ഞാനിപ്പോ മരിച്ചു പോയാലേ
എന്റെ ഈ ബുദ്ധിമുട്ടെല്ലാം അവസാനിക്കുമല്ലോ. ഇങ്ങനെ പറഞ്ഞ് അമ്മ കുരങ്ങ് താഴത്തേക്ക് വീണു. എന്നിട്ട് ദീർഘശ്വാസം വിടാൻ തുടങ്ങി. ഷേർഖാൻ, ഇനി താമസിക്കരുത്. ആരുടെ അമ്മയും ഇങ്ങനെ വീഴുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ചോട്ടുമാനെ, നീ ഇത്രയൊക്കെ പറഞ്ഞതുകൊണ്ട് ശരി. ഞാൻ ആ പഴം ഇവർക്ക് നൽകാം. എൻ്റെ കൂടെ വരൂ. ഷേർഖാൻ എല്ലാവരെയും പൂങ്കാവനത്തിലേക്ക് കൊണ്ടുപോയി. രാമുവാനെ, ഈ പഴം പൊട്ടിച്ച് ആ അമ്മക്കുരങ്ങിന് കൊടുക്കൂ. രാമു ആന തുമ്പിക്കൈ കൊണ്ട് ആ ഫലം പറിച്ചു. എന്നിട്ട് അമ്മ കുരങ്ങിന് അതങ്ങ് കൊടുത്തു. ഭയങ്കരമായി വേദനിക്കുന്നല്ലോ. അത് കഴിച്ചോളൂ കുരങ്ങമ്മേ, നിങ്ങൾക്ക് തീർച്ചയായും സുഖപ്പെടും. ഇത് കേട്ടതോടെ അമ്മ കുരങ്ങ് ഒരു ചിരി അങ്ങ് ചിരിച്ചു. അമ്മക്കുരങ്ങ് ആ ഫലം നേരെ മിങ്കു കുരങ്ങന് എറിഞ്ഞു കൊടുത്തു. എന്നിട്ട് മിങ്കു കുരങ്ങൻ അപ്പൊ തന്നെ അത് സാപ്പിട്ടു. വേണ്ട. ഒരു നിമിഷത്തേക്ക് എല്ലാവരും നിശബ്ദരായി. ഷേർഖാൻ അപ്പൊ തന്നെ എടുത്തു ചാടി മിങ്കു കുരങ്ങന്റെ അടുത്തേക്ക് പോയി. അപ്പോഴേക്കും മിങ്കു കുരങ്ങൻ ആകാശത്തേക്ക് കൈകറക്കി മഴജലം ചെയ്തു. അപ്പോഴേക്ക് ഷേർഖാൻ കൂട്ടിനകപ്പെട്ടു. നിങ്ങളെല്ലാവരും എന്റെ തന്ത്രങ്ങൾക്ക് ഇരയായല്ലേ? അവനാ ശക്തി കിട്ടിയിരിക്കുന്നു. ഇനി ഇവിടെ നിന്നാ നമ്മളെല്ലാവരും അവൻ ബന്ദിയാക്കും. ഇങ്ങനെ പറഞ്ഞു 3 പേരും കൊട്ടാരത്തിന്റെ പിൻവാതിലിലൂടെ പുറത്തേക്ക് ചാടി. മിങ്കു കുരങ്ങൻ കൊട്ടാരത്തിന്റെ ദർബാറിലേക്ക് എത്തി. മിങ്കക്കുരങ്ങേ, ഷേർഖാന്റെ കിരീടം നീ എന്തിനാ തലയിൽ ചൂടിയിരിക്കുന്നത്? ഷേർഖാൻ എവിടെയാണ്? നിങ്ങൾക്ക് ഷേർഖാനെ കാണുന്നുണ്ടോ? എന്നാ കണ്ടോ? അപ്പോഴേക്കും ബന്ധനത്തിലായ ഷേർഖാൻ ആ കൂടോടെ പ്രത്യക്ഷപ്പെട്ടു. സ്വന്തം രാജാവിനെ കൂട്ടിലകപ്പെട്ട് കണ്ട് കൊട്ടാരത്തിലുള്ള എല്ലാവരും ഞെട്ടിപ്പോയി. ഇന്നു മുതൽ ഈ കാട്ടിലെ രാജാവ് ഞാനാണ്. നിങ്ങളെല്ലാവരും എൻ്റെ പ്രജകളാണ്. ഈ കാട്ടിൽ ഞാൻ മാത്രമായിരിക്കും രാജാവ്. എല്ലാ മൃഗങ്ങൾക്കും ആകെ സങ്കടമായി. മിങ്കു കുരങ്ങന്റെ ആ കളിയാക്കിയുള്ള ചിരി കൊട്ടാരത്തിൽ മുഴങ്ങാൻ തുടങ്ങി. ഇപ്പുറത്ത് ചോട്ടുമാൻ അവൻ ചെയ്ത തെറ്റും ആലോചിച്ച് സ്വയം പഴി ചൊല്ലുകയായിരുന്നു. ഞാൻ ഷേർഖാൻ പറഞ്ഞ വാക്കുകളൊന്നും കേട്ടില്ല. ഇന്ന് നമ്മുടെ കാട് വലിയൊരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. അവന്റെ കയ്യിൽ ശക്തിയുണ്ട്. എന്നാലും അവനെ എങ്ങനെയെങ്കിലും തോൽപ്പിച്ച്. മിങ്കു കുരങ്ങൻ രാജാവായിട്ട് സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു. കൂടെ നിന്ന കാണ്ടാമൃഗത്തിന് ഇതൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഷേർഖാൻ ആണെങ്കിൽ കൂട്ടിലകപ്പെട്ടിരിക്കുകയായിരുന്നു. ഇന്നു മുതൽ ഞാൻ ഈ കാട്ടിൽ പുതിയൊരു നിയമം ഉണ്ടാക്കാൻ പോവുകയാണ്. കാട്ടിലുള്ള എല്ലാവരും എന്റെ നിയമങ്ങൾ പാലിക്കേണ്ടതാണ്. കുറച്ചു കഴിഞ്ഞ് മിങ്കു കുരങ്ങൻ ഒരു കല്ലിലിരിക്കുകയായിരുന്നു. കാട്ടിലെ എല്ലാ മൃഗങ്ങളും തല കുനിച്ച് അവന്റെ മുമ്പിൽ നിൽക്കുന്നു. ഇന്നു മുതൽ, ഇപ്പോൾ മുതൽ മാംസാഹാരികളായ എല്ലാ മൃഗങ്ങളും അവരുടെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു മടിയും കൂടാതെ സസ്യബുക്കുകളെ വേട്ടയാടേണ്ടതാണ്. പരുന്തിനും കഴുകനും എപ്പോൾ വേണമെങ്കിലും പക്ഷികളെ തിന്നാവുന്നതാണ്. ഇതെന്താ പറയണേ മഹാരാജാവേ? ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഞങ്ങളെപ്പോലത്തെ പക്ഷികൾ എങ്ങനെ ഞങ്ങളുടെ ജീവൻ രക്ഷിക്കും? ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഓടുക, ഓടിക്കൊണ്ടേയിരിക്കുക. ഇത് കേട്ട് ഗോൾഡി പരന്ത് നേരെ ടീനുക്കിളിയുടെ അടുത്ത് വന്നു. അയ്യോ, ആരെങ്കിലും രക്ഷിക്കണേ! ടീനുക്കിളി ജീവനും കൊണ്ടോടി. ഗോൾഡി പരന്തു അതിന്റെ പുറകെ. പുതിയ രാജാവ് ഞങ്ങൾക്ക് വേട്ടയാടാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ ഈ പട്ടാപ്പകലിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിന്നെ കൊല്ലുന്നതാണ്. ഇത് കണ്ട് മിങ്കു കുരങ്ങൻ ചെറിയ അഹങ്കാരത്തോടെ ചിരിക്കാൻ തുടങ്ങി. പറയൂ, മിങ്കു മഹാരാജാവ് ജയിക്കട്ടെ എന്ന്. ഇത് കേട്ടിട്ട് മറ്റു മൃഗങ്ങൾ മിണ്ടാതിരുന്നു. ഒരു ജിറാഫ് മുമ്പിലേക്ക് വന്നു പറഞ്ഞു, നിന്നെപ്പോലൊരു ദുഷ്ടനെ ഞങ്ങൾ രാജാവായി അംഗീകരിക്കില്ല. എന്തു പറഞ്ഞു? എന്നെ രാജാവായി അംഗീകരിക്കില്ലെന്നോ? എങ്കിൽ ഇതാ. മിങ്കു കുരങ്ങൻ അപ്പൊ തന്നെ മാന്ത്രികം ഉപയോഗിച്ചു. അങ്ങനെ ജിറാഫ് ഒരു എലിയായി. ഇതെന്താ? ഇതെങ്ങനെ സംഭവിച്ചു? പറയൂ. എനിക്ക് വേണ്ടി ജയ് വിളിച്ചില്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഞാൻ അപ്രത്യക്ഷനാക്കും. എല്ലാവർക്കും അവനെ ഇപ്പൊ പേടിയായി. അവന് വേണ്ടി എല്ലാരും ജയ് ജയ് വിളിക്കാൻ തുടങ്ങി. മിങ്കു മഹാരാജാവ് ജയ് ജയ്. രാമു ആന, ചോട്ടുമാൻ, പുള്ളിപ്പുലി ഒരു മരത്തിന്റെ അടിയിലിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ
വഞ്ചകനായ മിങ്കു കുരങ്ങിന് ഷേർഖാൻ ഒരിക്കലും ആ മാന്ത്രികപ്പഴം നൽകില്ലായിരുന്നു. അത് കഴിച്ചപ്പോൾ അവൻ ഈ കാടിന്റെ രാജാവായി മാറിയിരിക്കുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ രാജാവിനെ മോചിപ്പിക്കണം. അങ്ങനെ ഈ കാടിന് വീണ്ടും സ്വാതന്ത്ര്യം കൊടുക്കണം. അവനിപ്പോ വലിയ ശക്തിശാലിയായി മാറിയിരിക്കുകയാ. എനിക്കറിയില്ല നിനക്കത് ചെയ്യാൻ കഴിയുമെന്ന്. അപ്പോഴേക്കും ചോട്ടുമാൻ ഒരു പൂമ്പാറ്റയെ കാണും. അപ്പൊ അവനെന്തോ ഓർമ്മ വന്നു. കൂട്ടുകാരെ, നമ്മുടെ കാട്ടിലൊരു വാതിലുണ്ട്. അതിനെക്കുറിച്ച് എന്നോട് ഷേർഖാൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. ആ വാതിൽ ബട്ടർഫ്ലൈ ലാൻഡിലാണുള്ളത്. മാത്രമല്ല അവിടെയുള്ളത് കാട്ടിലുള്ള വിചിത്രമായ ജീവികളാണ്. ബട്ടർഫ്ലൈ ലാൻഡ്? അതെ, എനിക്ക് തോന്നുന്നത് സഹായത്തിനായി നമ്മൾ അവിടെ പോവേണ്ടതുണ്ടെന്നാ. അങ്ങനെ 3 പേരും വടക്കോട്ട് പോയി. അവിടെ ഒരു ചുമന്ന വാതിലുണ്ടായിരുന്നു. 3 പേരും അതിന്റെ അകത്ത് കയറി. അതൊരു ബട്ടർഫ്ലൈ ലാൻഡ് ആയിരുന്നു. അവര് കുറച്ചൊന്നും മുമ്പോട്ട് നടന്നതേയുള്ളൂ. അപ്പോഴേക്കും അവർക്ക് അവിടെ ഒരു പൂമ്പാറ്റയെ കാണാൻ പറ്റി. ബട്ടർഫ്ലൈ ലാൻഡിൽ മൃഗങ്ങളോ? നിങ്ങളെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഇത് കൊള്ളാലോ. നമ്മൾ വലിയ മൃഗങ്ങളുടെ വലിപ്പമുള്ള ഒരു ചിത്രശലഭം. ആ പൂമ്പാറ്റ അവരുടെയൊക്കെ അടുത്തെത്തിയപ്പോഴാ അറിഞ്ഞത് രാമുവനേക്കാളും അത് വലുതായിരുന്നു. എന്റെ ദൈവമേ, എനിക്ക് തോന്നുന്നത് ഈ ചിത്രശലഭത്തിന്റെ അമ്മ അതിനൊരുപാട് കോംപ്ലാൻ കൊടുക്കുന്നുണ്ടെന്നാണ്. ഇത് എന്നെക്കാളും വലിപ്പമായി. നീ ചോട്ടുമാനല്ലേ? അമ്മ ഒരുപാട് നിന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബട്ടർഫ്ലൈ ലാൻഡിലേക്ക് നിന്നെ സ്വാഗതം ചെയ്യുന്നു. നന്ദി. ഇവർ രണ്ടുപേരെന്റെ സുഹൃത്തുക്കളാണ്. ഞങ്ങൾക്ക് വേഗം തന്നെ നിങ്ങളുടെ രാജാവിനെ കാണണം. ആണോ? അതിനെന്താ, വരൂ എന്റെ കൂടെ. ആ പൂമ്പാറ്റ ഇവർ 3 പേരെയും കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ സിംഹാസനത്തിൽ മയിലിരിക്കുകയായിരുന്നു. ആ കൊള്ളാലോ. നീയാണോ ചോട്ടുമാൻ? അതെ മഹാരാജൻ. ഞാൻ നിന്നെക്കുറിച്ചുള്ള ധീര കഥകളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. പറയൂ, ഈ ബട്ടർഫ്ലൈ ലാൻഡിലേക്ക് വന്നതിന്റെ ഉദ്ദേശം പറയൂ. മയിൽ രാജാവിനോട് ചോട്ടുമാൻ എല്ലാം പറഞ്ഞു. അദ്ദേഹത്തിനും അത് സങ്കടമായി. ഇത് വലിയൊരു പ്രശ്നമാണല്ലോ. പക്ഷേ മാന്ത്രിക മരത്തിന്റെ പഴം കഴിച്ച അവന്റെ ശക്തിയൊക്കെ നിഷ്പ്രഭമാക്കാൻ നമുക്ക് കഴിയും. അങ്ങ് എന്താണ് പറഞ്ഞത്? സത്യമാണോ? എങ്കിൽ പറയൂ, അതെങ്ങനെയാണ് ചെയ്യുന്നത്? എന്റെ കൂടെ വരൂ. മയിൽ രാജാവ് കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിൽ കൊണ്ടുപോയി. അവിടെ വെള്ളിയുടെ ഒരു മരമുണ്ടായിരുന്നു. പക്ഷെ അതിൽ പച്ച നിറത്തിലെ ഫലമുണ്ടായിരുന്നു. ഇതാണ് ആ പഴം. ഇത് കഴിച്ചു കഴിഞ്ഞാൽ സ്വർണ്ണമരത്തിന്റെ പഴത്തിന്റെ ശക്തി ഇല്ലാതാക്കാൻ കഴിയും. വളരെ നന്ദി മഹാരാജൻ. ആന ആ ഫലം പറിച്ചെടുത്ത് ചോട്ടുമാന് കൊടുത്തു. പഴത്തിന്റെ കൂടെ ഞാൻ രാമുവാനയ്ക്ക് ഒരു ശക്തി കൂടി തരുന്നു. എപ്പോഴൊക്കെ വായുവിൽ തുമ്പിക്കൈ ഉയർത്തുന്നുവോ അപ്പോൾ കുറച്ച് സമയത്തേക്ക് അപ്രത്യക്ഷനാകാൻ കഴിയും. പിന്നെ ആരും നിന്നെ കാണില്ല. വളരെ നന്ദിയുണ്ട് മഹാരാജൻ. മയിൽ രാജാവിനോട് യാത്ര പറഞ്ഞ അവര് 3 പേരും തിരിച്ചവരുടെ കാട്ടിലേക്ക് വന്നു. കൊട്ടാരത്തിന്റെ പുറത്തുനിന്ന് അവരൊന്ന് ആലോചിച്ചു. രാമുവാന അവന്റെ തുമ്പിക്കൈ കൊണ്ട് ഒന്ന് അപ്രത്യക്ഷനായി. എന്നിട്ട് പതുക്കെ കൊട്ടാരത്തിന്റെ അകത്തേക്ക് കയറി. എന്നിട്ട് ഷേർഖാന്റെ കൂട്ടിന്റെ അവിടെ നിന്നു. പുള്ളിപ്പുലി അത് കഴിഞ്ഞ് അകത്തേക്ക് വന്നു. ഒരു പ്രശ്നമുണ്ട് മഹാരാജൻ, ഒരു പ്രശ്നമുണ്ട്. എന്തു പറ്റി ബഗീര? എന്താണെങ്കിലും പറയൂ. ചോട്ടുമാൻ നിങ്ങളെ കൊല്ലാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്നെ കൊല്ലാൻ വേണ്ടിയോ? എട വിഡ്ഢി, എന്നെ ആർക്കും കൊല്ലാനാവില്ല. ഈ കാട്ടിൽ എന്നേക്കാൾ ശക്തിശാലിയായി ആരും തന്നെയില്ല. അതൊക്കെ ശരി തന്നെയാ. പക്ഷേ ചോട്ടുമാൻ ബട്ടർഫ്ലൈ ലാൻഡിൽ പോയി ആ പഴം കഴിച്ചതിന് ശേഷം അവന്റെ ശക്തി അങ്ങയുടെ ശക്തിയേക്കാൾ വളരെ കൂടുതലാണ്. ഇതെന്താ ഈ പറയുന്നത്? ബട്ടർഫ്ലൈ ലാൻഡിലെ പഴമോ? അപ്പോഴേക്ക് ചോട്ടുമാൻ ആ ഫലവും കൊണ്ട് കൊട്ടാരത്തിന്റെ അകത്തേക്ക് കയറി വന്നു. എടാ ദുഷ്ടക്കുരങ്ങേ, ഞാൻ നിന്നെ എന്നേക്കുമായി തീർക്കാൻ പോവാ. ഈ പഴം കഴിച്ചാൽ എനിക്ക് നിന്നേക്കാൾ അധികം ശക്തി ലഭിക്കുന്നതാണ്. അത് ശരി, അങ്ങനെയാണല്ലേ? അങ്ങനെ മിങ്കു കുരങ്ങൻ അവന്റെ വിരലെടുത്ത് മായാജാലം ചെയ്ത് ചോട്ടുമാന്റെ കയ്യിലിരുന്ന ആ ഫലം തന്നെത്താനെ കുരങ്ങന്റെ കയ്യിലെത്തി. അയ്യോ അരുത്, ആ പഴം കഴിക്കരുതേ ദുഷ്ട. ഈ പഴം കഴിച്ച് മറ്റാരും എന്നേക്കാൾ വലിയ ശക്തനാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ പഴം ഞാൻ തന്നെ കഴിക്കാം. മൃഗങ്ങൾ പേടിച്ചുപോയി. എന്നിട്ട് മിങ്കു കുരങ്ങൻ ആ ഫലം പെട്ടെന്ന് കഴിച്ചു. വേണ്ട. ആ നല്ല സ്വാദുള്ള പഴമാണ്. ഇനി കണ്ടോ ചോട്ടുമാനെ, ഞാൻ നിന്നെ എങ്ങനെയാണ് തീർക്കാൻ പോകുന്നതെന്ന്. അവൻ അപ്പൊ തന്നെ അവന്റെ വിരലെടുത്ത് നേരെ ചോട്ടുമാന് വീശി. പക്ഷെ അവന് ഒന്നും സംഭവിച്ചില്ല. അല്ല, ഇതെന്തു പറ്റി? എന്റെ ശക്തി എന്താ ഒന്നും പ്രവർത്തിക്കാത്തത്?
ഈ പഴം നീ കഴിച്ചതോടുകൂടി സ്വർണ്ണമരത്തിന്റെ പഴം കഴിച്ചിട്ടുള്ള നിന്റെ ശക്തിയെല്ലാം പോയിരിക്കുകയാണ്. ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞില്ലേ, ഇതെല്ലാം എന്റെ ബുദ്ധിയായിരുന്നു. അതില് വീണ് നീ കുടുങ്ങിപ്പോയി. അങ്ങനെ നിന്റെ ശക്തിയും പോയി. ഞാൻ നിന്നെ വെറുതെ വിടില്ല ചോട്ടുമാനെ. അപ്പോഴേക്ക് രാമു ആന ഷേർഖാന്റെ കൂട് തുറന്നു വിട്ടു. ദുഷ്ടനായ കുരങ്ങ, വേണ്ട. ഷേർഖാൻ നേരെ മിങ്കു കുരങ്ങനെ ആക്രമിച്ച് അവനെ കൊന്നുകളഞ്ഞു. അങ്ങനെ നാശത്തിന് ഒരു അവസാനായി. എല്ലാ മൃഗങ്ങൾക്കും സ്വന്തമായി. അതുപോലെ രാജാവിനെ സ്വതന്ത്രനായി കണ്ടപ്പോ സന്തോഷമായി. ചോട്ടുമാനെ, നീ വീണ്ടും ഒരു തവണ കൂടി നിന്റെ ധീരതയും ബുദ്ധിസാമർത്ഥ്യവും തെളിയിച്ചിരിക്കുകയാണ്. ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഈ കാട്ടിലെ മൃഗങ്ങൾക്കെല്ലാം നീ അഭിമാനമാണ്. അങ്ങനെ ചോട്ടുമാൻ ആ കാട്ടിലെ എല്ലാവരുടെ പ്രിയപ്പെട്ടവനായി മാറി. അങ്ങനെ വീണ്ടും രഹസ്യമായ ആ കാട്ടിൽ സന്തോഷം വരാൻ തുടങ്ങി.